വാരപ്പെട്ടിയിൽ വായന മാസാചരണം സമാപിച്ചു. പ്രമുഖ വ്യക്തികൾക്ക് ആദരം, ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധി എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രോഗ്രാം റിട്ടയർഡ് DFO S ഉണ്ണികൃഷ്ണൻ IFS ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാരപ്പെട്ടിയിൽ വായന മാസാചരണം സമാപിച്ചു. സമാപന യോഗത്തിൽ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായവും വിതരണം ചെയ്തു. പോത്താനിക്കാട് റൂറൽ സഹകരണ ബാങ്ക് വാരപ്പെട്ടി ഹെഡ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ റിട്ടയർഡ് DFO S ഉണ്ണികൃഷ്ണൻ IFS പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ സൗകര്യങ്ങളും സൗജന്യങ്ങൾ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉദാര മനസ്സിലായുള്ള മനുഷ്യർ നമുക്ക് ചെയ്യാവുന്നത് സജീവങ്ങൾ ചെയ്യാൻ, സമൂഹത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപിടിക്കാൻ, ജാതി മത സാമ്പത്തിക ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒത്തുചേർന്ന് പോകാനൊക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വളരെ ആവശ്യമാണ്. അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങളെ എൻ്റെ എല്ലാ ആശംസകളും ചെയ്യുന്നു. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജാസ് ഈറക്കൽ ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണോദ്ഘാടനം നടത്തി. അസുഖം വന്നാൽ പിന്നെ ഒരു മാർഗം ഇത് മാത്രമാണ്. ഞാൻ കൂടുതൽ കാര്യം പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കവും വളരെ വലുത് തന്നെയാണ്. ആ ഒരു സമയത്ത് ഈ മഹാത്മാഗാന്ധി എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഡയാലിസിസ് രോഗികൾക്കുള്ള വിതരണം ഉദ്ഘാടനം എനിക്ക് തോന്നുന്നു തുടർന്നും ഇത് തുടർന്ന് രോഗികൾക്ക് സഹായിക്കും എന്നുള്ളതാണ് അതിനെനിക്ക് മനസ്സിലാക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടെ നേരുകയാണ്. കോതമംഗലം മതമൈത്രി സംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ജോസ് പരുത്തിവയലിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. കോതമംഗലം ഭവന നിർമ്മാണ സഹകരണ സംഘം പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, പോത്താനിക്കാട് റീജിയണൽ റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് MM മലിയാർ, സെക്രട്ടറി ഷിഹാബ്, മിൽമ ഡയറക്ടർ ബോർഡ് അംഗം PS നജീബ്, ഫൗണ്ടേഷൻ ചെയർമാൻ ലത്തീഫ് കുഞ്ചാട്ട്, സെക്രട്ടറി PM ഷംജൽ, ഉപദേശക സമിതി അംഗം AD മധുസൂദനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്നിവിടെ എക്സലൻസ് അവാർഡ് വാങ്ങുവാൻ എത്തിയിരിക്കുന്ന കുട്ടികളും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിലുള്ളവരും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കുടുംബശ്രീ മികച്ച കുടുംബശ്രീയായി തെരഞ്ഞെടുക്കപ്പെട്ട വാരപ്പെട്ടി CDS അംഗങ്ങളും ഹരിതകർമ്മസേന നമ്മുടെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വിത്തിയുള്ള വാരപ്പെട്ടി എന്ന ലക്ഷ്യത്തോടുകൂടി പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങളെ എല്ലാ സാധ്യമായ ആളുകളെയും അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവരുടെ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അവസരത്തിൽ അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഇനിയും ഏറെ സമൂഹത്തിന് മുതൽക്കൂട്ടായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവരുടെ നമ്മുടെ മഹാത്മാഗാന്ധി എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്നവർക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ചടങ്ങിൽ പോത്താനിക്കാട് റീജിയണൽ റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്ക്, വാരപ്പെട്ടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ, അജ്മി ഡിസ്ട്രിബ്യൂട്ടർ MM അനിൽകുമാർ, ഡ്രീംസ് ജോബ് കൺസൾട്ടൻസി ചെയർമാൻ അലി പൊന്നപ്പാല, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗണേഷ് കുമാർ PG, സിൻസിയർ കാറ്ററിംഗ് പ്രൊപ്പറേറ്റർ ബിജു ഏലിയാസ്, നിസാർ കുന്നേക്കുടി, ലബ്ബാസ് ഗോൾഡ് ആൻഡ് സിൽവർ പ്രൊപ്പറേറ്റർ അബ്ദുൾ സത്താർ CA, ലോൺലി എഡ്യൂക്കേഷണൽ സൊല്യൂഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെജി വാരിക്കാട്ട് തുടങ്ങിയവരെ ആദരിച്ചു. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ വാരപ്പെട്ടി റൂറൽ ബാങ്കിന്റെ പ്രസിഡന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഉപജീവന മാർഗമായിട്ടുള്ള മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ടിട്ട് പാല് കൊടുത്ത് ജീവിക്കുന്ന ആളുകളുടെ മിൽമയുടെ ഡയറക്ടർ ബോർഡുണ്ട്, പൊതുരംഗത്തുള്ളവരുണ്ട്, റിട്ടയർ ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉന്നത സ്ഥാനങ്ങളിലുള്ള ഉണ്ണികൃഷ്ണൻ സാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടുമുട്ടിയാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ പദ്ധതികളും പ്രോഗ്രാമുകളും ഒക്കെ നടപ്പിലാക്കാൻ പറ്റൂ എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഇവിടെ ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ട ലത്തീഫ് കുഞ്ചാട്ടും സംശയവും ഒക്കെ വിളിച്ചിട്ട് ഞാനിവിടെ വന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടുമുട്ടിയ ഒരാളാണ്. അപ്പോൾ ഞാൻ പുറത്തിരിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കാൻ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അവരുടെ ആ സ്ഥലത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അത് നിലമായതുകൊണ്ട് അവർക്ക് വീട് വെക്കാനുള്ള സൗകര്യം
നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്കൂൾ ലൈബ്രറിക്ക് പുസ്തകങ്ങളും വാരപ്പെട്ടി പഞ്ചായത്ത് ഹരിതസേന അംഗങ്ങൾക്ക് സമ്മാനങ്ങളും കൈമാറി. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.